ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഇന്തോനേഷ്യ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുമ്പോൾ ചൈന എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? ചൈനയുടെ കടൽപാതകളെ ഇന്ത്യയുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന ബ്രഹ്മോസ് മിസൈലുകൾ അപകടത്തിലാക്കും. നാഥുന ദ്വീപുകൾക്ക് സമീപവും പ്രധാന സമുദ്ര ചോക്ക് പോയിന്റുകളിലും ചൈനീസ് നാവിക പ്രവർത്തനത്തെ തടയാനുള്ള ഇന്തോനേഷ്യയുടെ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെ ബ്രഹ്മോസിന്റെ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് വിശകലന വിദഗ്ധർ. ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വാങ്ങാനുള്ള ഇന്തോനേഷ്യയുടെ തീരുമാനം ഇന്തോ പസഫിക് മേഖലയിലുടനീളം ശ്രദ്ധ ആകർഷിക്കുകയാണ്. അവിടെ സമുദ്ര സംഘർഷങ്ങളുണ്ട്, നാവിക മത്സരങ്ങളുണ്ട്, ഇതൊക്കെ രൂക്ഷമാവുകയാണ്. ജക്കാർത്തയെ സംബന്ധിച്ച് ഏറ്റെടുക്കൽ പ്രധാനമായും തീരദേശ പ്രതിരോധം ശക്തിപ്പെടുന്നതിനെ കുറിച്ചാണ്. എന്തായാലും ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹത്തിന്റെ ഭൂമിശാസ്ത്രം നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏഷ്യയിലെ ഏറ്റവും തന്ത്രപരമായി പ്രധാനപ്പെട്ട ചില കടൽ പാതകളിലൂടെയുള്ള നാവിക നീക്കങ്ങൾ മിസൈലുകൾക്ക് അവയെ സ്വാധീനിക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടലുമായി ബന്ധപ്പെട്ടവ. രാജ്യത്തിന്റെ വിശാലമായ സമുദ്രപ്രദേശം സംരക്ഷിക്കുന്നതിനും സെൻസിറ്റീവ് ജലാശയങ്ങളിലെ സാധ്യമായ കടന്നുകയറ്റങ്ങൾ തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ള ദീർഘകാല സൈനിക നവീകരണ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സംഭരണമെന്ന് ഇന്തോനേഷ്യൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ വിന്യസിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ പ്രവർത്തന ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായി ഇന്തോനേഷ്യയുടെ ബ്രഹ്മോസ് സിസ്റ്റം വ്യാപകമായി കണക്കാക്കപ്പെടുന്നു. കയറ്റുമതി വകഭേദം മാക് 3ക്ക് അടുത്ത വേഗതയിൽ സഞ്ചരിക്കുന്നു. ഇത് പരമ്പരാഗത കപ്പൽ വിരുദ്ധ മിസൈലുകളെക്കാൾ വളരെ വേഗത്തിൽ ലക്ഷ്യങ്ങളിൽ എത്താൻ അനുവദിക്കുന്നവയാണ്. ഏകദേശം 290 കിലോമീറ്റർ ആക്രമണ ശ്രേണിയുള്ള ഇത് തീരപ്രദേശത്തിനപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്ന ഉപരിതല കപ്പലുകൾക്കും ഭീഷണിയാണ്. മിസൈലിന്റെ നിർവചിക്കുന്ന സവിശേഷതകളിൽ ഒന്ന് അതിന്റെ കടൽ സ്കീമിംഗ് പാതയാണ്. പറക്കലിന്റെ അവസാന ഘട്ടത്തിൽ സമുദ്രോപരിതലത്തിന് തൊട്ടുമുകളിൽ പറക്കുന്ന ഈ മിസൈൽ കപ്പൽ അധിഷ്ഠിത റഡാറിനും ഇന്റർസെപ്ഷൻ സിസ്റ്റങ്ങൾക്കും പ്രതികരിക്കാനുള്ള സമയം കുറയ്ക്കും. ഉപഗ്രഹ നാവിഗേഷനും സജീവമായ ഒരു റഡാർ സീക്കറും സംയോജിപ്പിക്കുന്ന ഗൈഡൻസ് സിസ്റ്റങ്ങൾ ചലിക്കുന്ന ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഇതിനെ അനുവദിക്കുന്നു. ഇത് യുദ്ധക്കപ്പലുകൾക്കെതിരെ പ്രത്യേകിച്ചും ഫലപ്രദമാണ്. കൊൽക്കത്ത ക്ലാസ്, ഡൽഹി ക്ലാസ്, വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ ഉൾപ്പെടെയുള്ള മുൻനിര യുദ്ധക്കപ്പലുകളിൽ നിന്നാണ് ഇന്ത്യൻ നാവികസേന സൂപ്പർസോണിക് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പതിവായി പരീക്ഷിക്കാറുള്ളത്. കൊൽക്കത്ത ക്ലാസ്, ഡൽഹി ക്ലാസ്, വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ ഉൾപ്പെടെയുള്ള മുൻനിര യുദ്ധക്കപ്പലുകളിൽ നിന്നാണ് ഇന്ത്യൻ നാവികസേന ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പതിവായി പരീക്ഷിക്കുന്നത്. ഇന്തോനേഷ്യ പോലുള്ള തീരദേശ സംസ്ഥാനങ്ങൾക്ക് വലിയ നാവികസേനകളെ നേരിടാൻ കരയിൽ നിന്നും പ്രവർത്തിക്കുന്ന കപ്പൽ വേധ മിസൈലുകൾ താരതമ്യേന സാമ്പത്തികമായി ലാഭകരമായിട്ടാണ് കണക്കാക്കുന്നത്. വിശാലമായ ഒരു നീലജല നാവികസേന നിലനിർത്തുന്നതിനു പകരം ദേശീയ ജലാശയങ്ങളെ സമീപിക്കുന്ന ശത്രു കപ്പലുകളെ തടയാനോ ഭീഷണിപ്പെടുത്താനോ കഴിവുള്ള പ്രതിരോധ മേഖലകൾ സൃഷ്ടിക്കാൻ തീരദേശ മിസൈൽ യൂണിറ്റുകൾക്ക് സാധിക്കും. ഇന്തോനേഷ്യയുടെ ഭൂമിശാസ്ത്രം അത്തരം സംവിധാനങ്ങളെ പ്രത്യേകിച്ച് മൂല്യവത്തായതാക്കുന്നു. ആയിരക്കണക്കിന് ദ്വീപുകളിലൂടെ വ്യാപിച്ചു കിടക്കുന്ന ഈ രാജ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിനും പസഫിക് സമുദ്രത്തിനും ഇടയിൽ ഒരു സ്വാഭാവിക തടസ്സം സൃഷ്ടിക്കുന്നു. ഈ സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന നിരവധി കപ്പൽ പാതകൾ ഇടുങ്ങിയ ഇന്തോനേഷ്യൻ കടലിടുക്കുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടവയിൽ സുന്ദ കടലിടുക്കുണ്ട്, ലോംബോക് കടലിടുക്കുണ്ട്. ഇത് രണ്ടും രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ബദൽ മാർഗങ്ങളായി പ്രവർത്തിക്കുന്നവയാണ്. ഈ പാതകളെ അഭിമുഖീകരിക്കുന്ന ചില ദ്വീപുകളുണ്ട്. അവിടെ മിസൈൽ ബാറ്ററികൾ സ്ഥാപിച്ചാൽ ഒരു സംഘർഷ സാഹചര്യത്തിൽ സമീപത്തുള്ള ജലാശയങ്ങളിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ നിരീക്ഷിക്കാൻ സാധിക്കും, ഭീഷണിപ്പെടുത്താൻ സാധിക്കും. അതിന് ഇന്തോനേഷ്യയ്ക്ക് സാധിക്കും. പരമ്പരാഗതമായി പ്രവർത്തിക്കുന്ന ചൈനീസ് വിമാനവാഹിനി കപ്പലായ ലിയോണിങ്ങും ഷാൻഡോങ്ങും 2024 ഒക്ടോബർ അവസാനത്തിൽ ദക്ഷിണ ചൈന കടലിൽ ആദ്യമായി ഇരട്ട വിമാനവാഹിനി കപ്പൽ രൂപീകരണ അഭ്യാസം നടത്തിയിരുന്നു. പരമ്പരാഗതമായി പ്രവർത്തിക്കുന്ന ചൈനീസ് വിമാനവാഹിനി കപ്പലായ ലിയോണിങ്ങും ഷാൻഡോങ്ങും 2024 ഒക്ടോബർ അവസാനത്തിൽ ദക്ഷിണ ചൈന കടലിൽ ആദ്യമായി ഇരട്ട വിമാനവാഹിനി കപ്പൽ രൂപീകരണ അഭ്യാസം നടത്തിയിരുന്നു. അത്തരം സ്ഥാനനിർണ്ണയം കടലെടുക്ക അടയ്ക്കണമെന്നില്ല. പക്ഷേ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ശത്രു നാവികസേനയും നേരിടുന്ന അപകട സാധ്യതകൾ ഗണ്യമായി വർദ്ധിപ്പിക്കും. നാഥുന ദ്വീപുകളും ദക്ഷിണ ചൈന കടലും തമ്മിലുള്ള സംഘർഷങ്ങൾ നാഥുന ദ്വീപുകൾക്ക് ചുറ്റുമുള്ള വികസനങ്ങളുമായി ഇന്തോനേഷ്യയുടെ താല്പര്യം കൂടുതൽ ശക്തമായ തീരദേശ പ്രതിരോധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഘടകമാണ്. ദക്ഷിണ ചൈന കടലിലെ പ്രാദേശിക തർക്കങ്ങളിൽ ജക്കാർത്ത ഔദ്യോഗികമായി ഭാഗമല്ല. എങ്കിലും ചൈനയുടെ വ്യാപകമായ സമുദ്ര അവകാശവാദം സാധാരണയായി 9 ഡാഷ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്തോനേഷ്യയുടെ നാഥുനാസിന് വടക്കുള്ള പ്രത്യേക സാമ്പത്തിക മേഖലയുമായി ഓവർലാപ്പ് ചെയ്യുന്നു. ഈ ഓവർലാപ്പ് ചൈനീസ് മത്സ്യബന്ധന കപ്പലുകൾ, തീരദേശ സംരക്ഷണ കപ്പലുകൾ, ഇന്തോനേഷ്യൻ സമുദ്ര പെട്രോളിംഗ് എന്നിവയുമായി ആവർത്തിച്ചുള്ള ഏറ്റുമുട്ടലുകൾക്ക് കാരണമായ ഘടകങ്ങളാണ്. ഇന്തോനേഷ്യൻ അധികാരികൾ ചെയ്യുന്നത് സമീപ വർഷങ്ങളിൽ നാഥുന മേഖലയ്ക്ക് ചുറ്റും അവരുടെ സുരക്ഷാ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നതാണ്. പുതിയ സൈനിക സൗകര്യങ്ങൾ നിർമ്മിക്കുകയും പെട്രോളിംഗ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ദീർഘദൂര തീരദേശ മിസൈലുകൾ വിന്യസിക്കുന്നത് ഇന്തോനേഷ്യക്ക് അതിന്റെ ജലാശയങ്ങൾക്ക് സമീപം പ്രവർത്തിക്കുന്ന വലിയ ഉപരിതല കപ്പലുകൾക്കെതിരെ വിശ്വസനീയമായ ഒരു പ്രതിരോധം നൽകുന്നതിലൂടെ ആ നിലപാട് കൂടുതൽ ശക്തിപ്പെടുത്തും. എന്തായാലും പ്രാദേശിക പ്രതിരോധത്തിൽ ഇന്ത്യയുടെ വളരുന്ന പങ്ക് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഇടപെടലിനെയും ഈ കരാർ പ്രതിഫലിക്കുന്നു.
ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ബ്രഹ്മോസ് മിസൈൽ. ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കുന്നത് ബ്രഹ്മോസ് എയ്റോസ്പേസ് ആണ്. ഇത് ഇന്ത്യയുടെ മുൻനിര പ്രതിരോധ കയറ്റുമതികളിൽ ഒന്ന് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഇന്തോനേഷ്യ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ കരസ്ഥമാക്കുന്നതിലൂടെ ചൈനയുടെയും ചങ്കെടുപ്പ് കൂടും. ചൈനയെ ഒന്ന് ഒതുക്കുന്നതിന് ഇന്തോനേഷ്യക്ക് എല്ലാ അർത്ഥത്തിലും പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന പുതിയ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന ബ്രഹ്മോസ് മിസൈൽ സംവിധാനം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.